ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, സിറോ മലബാർ സഭയുടെ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി പാലാ രൂപതയിലെ അൽഫോൻസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് ഓഗസ്റ്റ് മാസം 22, 23, 24, 25 തീയതികളിൽ നടത്തപ്പെടുകയാണ്. എല്ലാവരുടെയും കൂട്ടായ്മയും കൂട്ടുപങ്കാളിത്തമുള്ള നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ കൂടിവരവാണ് ഈ അസംബ്ലി. ഈ അസംബ്ലി വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും ഇടവകതലം തുടങ്ങി സഭാതലം വരെ സഹകരിക്കണം. ഈ സഹകരണം പ്രധാനമായിട്ടും പ്രാർത്ഥന കൊണ്ടായിരിക്കട്ടെ. നമ്മുടെ കുടുംബ പ്രാർത്ഥന തുടങ്ങി നമ്മുടെ എല്ലാ പള്ളികളിലെ കുർബാനയിലും പ്രത്യേകം ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. താഴെ തലം തുടങ്ങി മുകൾ തലം വരെ നിങ്ങൾ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ സജീവമായിട്ടും കൃത്യമായിട്ടും ഇഫക്റ്റീവായിട്ടും ചെയ്തേക്കണം. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ പങ്കെടുക്കുന്നവരെ ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല. പൂർണ്ണമായിട്ട് സംബന്ധിക്കണം. നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളും അതുവഴി ഉരുത്തിരിയുന്ന നമ്മുടെ കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും അതാണ് നമ്മുടെ സഭയുടെ അടുത്ത 5 വർഷത്തേക്കുള്ള കർമ്മ പദ്ധതികൾ രൂപീകരിക്കാൻ സഹായിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം ഏറെ സ്നേഹത്തോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്നിച്ച് സഭയോടൊത്ത് കൂട്ടുത്തരവാദിത്തോടു കൂടെ നിന്ന് അസംബ്ലി വിജയിപ്പിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സിറോ മലബാർ സഭയുടെ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി പാല അൽഫോൻസ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും സഹകരണവും പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സിറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ കൂടിയാലോചന സമിതിയായിരിക്കുന്ന ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ കാലികമായിട്ടുള്ള 3 വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക. കാലാനുസൃതമായിട്ടുള്ള സഭാജീവിതവും ദൗത്യവും സിറോ മലബാർ സഭയിൽ എന്നുള്ള ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സിറോ മലബാർ സഭയുടെ വിശ്വാസ നവീകരണവും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ അൽമായരുടെ പങ്കാളിത്തവും സാമുദായിക ശക്തീകരണവും ഈ ത്രിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന അഭ്യർത്ഥിക്കുന്നു. കാലികമായിട്ടുള്ള ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് അതിനനുസൃതമായിട്ടുള്ള നവീകരണം സാധ്യമാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏറെ നാളത്തെ കാത്തിരിപ്പിനും ഒരുക്കത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം സിറോ മലബാർ സഭയുടെ 5ാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി പാല അൽഫോൻസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുകയാണ്. സഭയിലെ വൈദിക മേലധ്യക്ഷന്മാരും വൈദികരും സന്യസ്തരും അൽമായരും അടങ്ങുന്ന ഈ സമ്മേളനം ഒരു ആലോചനാ യോഗമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ് ആലോചന എന്നത്. കൂടിയാലോചനകളിൽ ആത്മാവിൻ്റെ നിറവ് ഉണ്ടാവുകയാണ്. സഭയുടെ പൊതുവായ പ്രവർത്തനങ്ങളെക്കുറിച്ച്, സഭ ഏറ്റവും പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ കൂടുന്ന ഈ ആലോചനാ യോഗത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ട്. ആത്മാവിൻ്റെ ശക്തിയാൽ എല്ലാവരും നയിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അരൂപിയുടെ നിറവുള്ള ഒരു സമ്മേളനമായി ഇത് പൂർത്തിയാകാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വളർന്നു വിളങ്ങും സീറോ മലബാർ സഭ, മാർത്തോമാതൻ പാതകൾ പുണരും തീർത്ഥ
ക്രിസ്തുവിൽ നമ്മൾ രൂപപ്പെടുവാൻ വചനത്തോടു കുറിയണിയാം. പ്രഥമമതായി വിശ്വാസദീപം ഭവനം തോറും തെളിയട്ടെ. വിശ്വാസ പരിശീലന ദ്യുതിയിൽ യുവതലമുറകൾ വളരട്ടെ. യുവതലമുറകൾ വളരട്ടെ, വളരട്ടെ, വളരട്ടെ. തിരുസഭഗാത്രം നമ്മൾ ഫ്രാൻസിസ് പാപ്പ അരുളിയ പോലെ അൽമായർ തൻ സമയമതായി അർപ്പിതരും അൽമായരുമൊന്നായി പ്രേഷിത വഴികൾ പുൽകട്ടെ. പ്രേഷിത വഴികൾ പുൽകട്ടെ, പുൽകട്ടെ, പുൽകട്ടെ. മലബാർ സഭയുണരട്ടെ ഒരു നവശക്തിയോടെങ്ങും. മലനാടിന്റെ നവോത്ഥാനങ്ങളിൽ പങ്കുവഹിച്ചവർ നമ്മൾ. ധാർമ്മിക ബോധമോടെന്നും രാഷ്ട്രം പടുത്തുയർത്താൻ മുന്നേറാം, പടുത്തുയർത്താൻ മുന്നേറാം, മുന്നേറാം, മുന്നേറാം. പാരിടമാകെ വളർന്നു വിളങ്ങും സീറോ മലബാർ സഭ മാർത്തോമാതൻ പാതകൾ പുണ